നമസ്കാരം, ഞാൻ ഡോക്ടർ ഗ്ലാഡി തോമസ്, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ജനറൽ സർജറി വിഭാഗം ഡോക്ടറാണ്. നമ്മളിവിടുന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബ്രസ്റ്റിലുണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത മുഴകളെക്കുറിച്ചാണ്. ബ്രസ്റ്റിലുള്ള ക്യാൻസർ സംബന്ധമായ മുഴകളെക്കുറിച്ച് നമ്മൾ ധാരാളം ടോക്കുകളും ഇതുപോലെയുള്ള വീഡിയോസും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ക്യാൻസറിനോട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രസ്റ്റിലുണ്ടാകുന്ന മറ്റു പല മുഴകളെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിലുള്ള അവബോധം കുറവാണ്. അപ്പോൾ അതിൽ രണ്ട് കണ്ടീഷൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്ന ഒരു ബ്രസ്റ്റിലുണ്ടാകുന്ന ഒരു മുഴയാണ്. ഇത് യൂഷ്വലി കണ്ടുവരുന്നത് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്കാണ്. അതായത് ഒരു 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. ഇത് കുട്ടികൾ യൂഷ്വലി പെൺകുട്ടികൾ തന്നെ കണ്ടുപിടിക്കും, പാരൻസിനോട് പറയും. പാരൻസ് യൂഷ്വലി നമ്മുടെ ഒ പിയിൽ വരുന്നത് വളരെ പാനിക്കായിട്ടാണ്. അതായത് ബ്രസ്റ്റിലുണ്ടാകുന്ന ഈ മുഴ, അവരുടെ മകൾക്കുണ്ടായിട്ടുള്ള ഈ മുഴ ക്യാൻസർ ആണെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. അവർ ഒ പിയിൽ വരുന്നതിന് ഒത്തിരി പേടിച്ചിട്ടാണ്. അവർ വന്ന് പറയുന്നത്, മോൾക്ക് ബ്രസ്റ്റിലൊരു തടിപ്പുണ്ട്, ഒരു മുഴയുണ്ട്, ഡോക്ടറെ എനിക്ക് പേടിയാവുന്നു എന്നാണ്. അപ്പം നമുക്ക് ആ പെൺകുട്ടിയുടെ സിംറ്റംസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അതായത് ഇതൊരു ക്യാൻസറുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമുക്കത് എക്സാമിൻ ചെയ്യുമ്പോൾ അതൊരു ഫൈബ്രോ അഡിനോമ, അതായത് നമ്മളതിന് ബ്രസ്റ്റ് മൗസ് എന്ന് വിളിക്കും, അങ്ങനെ ഒരു കണ്ടീഷനാണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ ബൈസ്റ്റാൻഡേഴ്സ് അമ്മയോട് പറയും ഇതൊരു ഫൈബ്രോ അഡിനോമ എന്ന കണ്ടീഷനാണ്. അതായത് ബ്രസ്റ്റിലുണ്ടാകുന്ന ചില ടിഷ്യൂസ് ഓവർ ഗ്രോത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അത് യൂഷ്വലി കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്കാണ് കാണുന്നത്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പാരൻസിൻ്റെ മുഖത്തുണ്ടാകുന്ന വലിയൊരു ആശ്വാസം നമ്മൾ കാണുന്നുണ്ട്. കാരണം അവരുടെ മനസ്സിൽ അതൊരു വലിയൊരു മിഥ്യാധാരണയാണ്. അതായത് ബ്രസ്റ്റിലുണ്ടാകുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണെന്നും സ്വന്തം മോൾക്ക് വന്നിരിക്കുന്നത് ക്യാൻസർ ആണെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയല്ല. അതായത് ഇത് വളരെ എളുപ്പത്തിൽ, അത് വളരെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇതിന് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന സർജറിയാണ്. സർജിക്കലായിട്ട് നമ്മൾ ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് അത് വളരെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ക്യൂറേറ്റീവാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇത് പിന്നീട് രണ്ടാമത് വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ വളരെ കുറവാണ്. ഇതൊരിക്കൽ വന്നതുകൊണ്ട് പിന്നീട് ക്യാൻസർ പിന്നെ ഭാവിയിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങളും പലരും പറയാറുണ്ട്. അതും തെറ്റാണ്. ഇത് വന്നതുകൊണ്ട് ഒരു ഇൻക്രീസ്ഡ് റിസ്ക് അങ്ങനെ കണ്ടീഷൻ ഇല്ല. ക്യാൻസർ വരാനുള്ള കണ്ടീഷൻ കുറവാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത്, ഫൈബ്രോ അഡിനോമ. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ്. ഈ കണ്ടീഷനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് സാധാരണ സ്ത്രീകൾക്ക് 12-13 വയസ്സിലാണ് മെൻസസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 45-50 വയസ്സോടുകൂടെ മെൻസസ് അവസാനിക്കുന്നു. ഈ ഒരു കാലയളവിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ധാരാളം ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ആ ഹോർമോണൽ ചേഞ്ചസ് അഫക്റ്റ് ചെയ്യുന്ന ഓർഗൻസിലൊന്നാണ് ബ്രസ്റ്റ്. ഈ ബ്രസ്റ്റിനകത്ത് യൂഷ്വലി സ്ത്രീകൾക്കത് പ്രസൻറ്റ് ചെയ്യുന്നത് പീരിയഡ്സ് ആവുന്നതിന് ഒരു 2-3 ദിവസം മുൻപ് അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് ബ്രസ്റ്റിൽ കല്ലിപ്പും വേദനയും കുത്തിയുള്ള വേദനയൊക്കെ ആയിട്ട് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതൊരു 90-95% സ്ത്രീകളും ഇത് അവർക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. അവർ യൂഷ്വലി ഇഗ്നോർ ചെയ്യും, കാരണം പീരിയഡ്സ് ആയി കഴിയുമ്പോൾ അതങ്ങ് മാറും. ഇതിന് റീസൺ ദേഹത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന ഹോർമോണിൻ്റെ അളവാണ്. അതിൽ ആ ഹോർമോണിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതിനുള്ള റിയാക്ഷൻ പല ടിഷ്യൂസിനും പല രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ബ്രസ്റ്റിൽ അതിനുള്ള റിയാക്ഷൻ വരുന്നത് ഇത് കുറച്ച് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കുന്നു. അതായത് ബ്രസ്റ്റ് കുറച്ച് എൻഗോർജ് ചെയ്യാനും കുറച്ച് കല്ലിച്ച് വരാനും അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ബ്രസ്റ്റിലുണ്ടാവും. അങ്ങനെ വരുമ്പോൾ കുത്തിയുള്ള വേദന അല്ലെങ്കിൽ ചെറുതായിട്ട് കല്ലിച്ച് വരിക, നീര് വലിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ മാനിഫെസ്റ്റേഷൻ. പക്ഷേ ഇത് പല രീതിയിൽ ഇതിന് മാനിഫെസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് വാട്ടർ റിട്ടൻഷൻ വന്ന് ബ്രസ്റ്റ് കല്ലിക്കുന്ന അവസ്ഥ. പക്ഷേ പല രീതിയിൽ, ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റിൽ വെള്ളം കെട്ടി ഉണ്ടാകുന്ന ചെറിയ മുഴകളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. അതിനെ സിസ്റ്റുകൾ എന്ന് വിളിക്കും. ബ്രസ്റ്റിലുണ്ടാകുന്ന സിസ്റ്റുകൾ. ആ സിസ്റ്റുകളുടെ സൈസിന് തന്നെ ഒരുപാട് വേരിയേഷൻസ് വരാം. ഇപ്പോൾ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സിസ്റ്റ് അല്ലെങ്കിൽ സബ് സെൻറ്റിമീട്രിക് ആയിട്ടുള്ള സിസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് വളരെ വലിയ സിസ്റ്റുകളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇവർ ബ്രസ്റ്റ് ഒരു മുഴ എന്ന രീതിയിലാണ് നമ്മുടെ ഒ പിയിൽ വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഒ പിയിൽ വരുമ്പോഴും എഗെയിൻ ഇവർ വളരെ പാനിക്ഡ് ആയിരിക്കും. ഒരു 25-45 ഇയേഴ്സ് ആ ഒരു ഇടയിൽ വരുന്ന സ്ത്രീകളായിരിക്കും. വേദനയോട് കൂടിയ മുഴയായിട്ടാണ് ഇവർ വരുന്നത്. ക്യാൻസർ സംബന്ധമായ മുഴകൾ യൂഷ്വലി വേദനിക്കാറില്ല. ഈ ഫൈബ്രോസിസ്റ്റിക് ഡിസീസിൻ്റെ ഭാഗമായിട്ടുള്ള മുഴകൾ യൂഷ്വലി വേദന ഉണ്ടാവും, നല്ല പെയിൻ ഉണ്ടാവും. എന്നിട്ട് ഈ മുഴകൾ പീരിയഡ്സിന് മുൻപ് സൈസ് വലുതാവുകയും പീരിയഡ്സ് കഴിഞ്ഞ്
അതിൻ്റെ സൈസ് കുറയുകയും ചെയ്യും. അതാണ് ടിപ്പിക്കലായിട്ട് അവർ പറയുന്ന ഹിസ്റ്ററി. നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വളരെ വേദനിപ്പിക്കുന്ന ടെൻഡറായിട്ടുള്ളൊരു മുഴയാണ് അവിടെ ഈ ബ്രസ്റ്റിലുള്ളതെന്ന് മനസ്സിലാവും. അവർ പറയുന്നത് വൺ സൈഡ് ആയിരിക്കും. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എക്സാമിൻ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ തടിപ്പുകൾ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എഗെയിൻ അവരുടെ പേടിയാണ്, അതായത് ബ്രസ്റ്റിൽ മുഴ വന്നു, അത് ക്യാൻസറാണ് എന്നുള്ള ചിന്ത അവർക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുപ്പിക്കും, പിന്നെ ഒരു FNAC ഒരു നീഡിൽ ബയോപ്സി ടെസ്റ്റും കൂടെ ചെയ്യിപ്പിക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് ഇങ്ങനൊരു കണ്ടീഷനാണെന്നുള്ളത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നെക്സ്റ്റ് വരുന്നത്. അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ പെയിൻ, ഒരു മാസ്റ്റാൾജിയ, ബ്രസ്റ്റിലുണ്ടാകുന്ന പെയിൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടൈപ്പിലുള്ള സിസ്റ്റുകൾ, കല്ലിപ്പ്, അതെല്ലാം ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ കൂടെ മാറ്റാവുന്നതാണ്. പക്ഷേ അതല്ലാതെയുള്ള സിറ്റുവേഷൻസ്, ഇപ്പോൾ വലിയ വലിയ സിസ്റ്റുകളാണ്, അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക വെള്ളം കെട്ടി നിൽക്കുന്ന സിസ്റ്റ് 2-3 തവണ ആസ്പിറേറ്റ് ചെയ്തിട്ടും സിസ്റ്റിൻ്റെ സൈസ് കുറയുന്നില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് നമുക്ക് സർജിക്കലി റിമൂവ് ചെയ്യാം. ഇതും ഫൈബ്രോ അഡിനോമ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഫൈബ്രോ അഡിനോമ ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണെങ്കിൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ബിക്കോസ് ആ ഒരു ഹോർമോണൽ ഇൻഫ്ലുവൻസ് അത് കണ്ടിന്യൂസ്ലി ഉണ്ട്, അത് നിർത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ സെയിം സൈഡിലോ ഓപ്പോസിറ്റ് സൈഡിലോ പിന്നെയും ഇതുപോലെയുള്ള മുഴകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ വേദനയോട് കൂടിയ മുഴകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു തവണ ഓപ്പറേറ്റ് ചെയ്ത അതേ സ്ഥലത്ത് സെയിം ബ്രസ്റ്റിനകത്ത് പിന്നെയും മുഴകൾ വരാം. മുഴകൾ വരുമ്പോൾ പിന്നെ അവർ പേടിക്കും, രണ്ടാമത് ബ്രസ്റ്റിൽ മുഴ വന്നു അത് ക്യാൻസറാണ്, അങ്ങനെ ഒരു ചിന്തപ്പായിട്ട് പിന്നെ അവർ OP വരും. അപ്പോൾ യൂഷ്വലി അതങ്ങനെയല്ല. അങ്ങനെ ക്യാൻസർ അല്ലെന്ന് ഉറപ്പിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, അത് ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ടൈപ്പിലുള്ള മുഴകൾ അത് രണ്ടാമതും മൂന്നാമതും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ഹോർമോണൽ ഇൻഫ്ലുവൻസ് എന്ന് വരെ ഉണ്ടോ അന്ന് വരെ ഇവർക്ക് ഈ മാനിഫെസ്റ്റേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനകത്ത് ഈ വലിയ വലിയ മുഴകൾ സർജിക്കലി നമുക്ക് റിമൂവ് ചെയ്ത് പിന്നെയും കളയേണ്ടി വരും. റിക്കറൻ്റായിട്ട് വരുന്ന ഇങ്ങനെയുള്ള മുഴകൾ പിന്നെയും നമ്മൾ റിമൂവ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. ഒരിക്കൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് വന്ന് മുഴ വന്ന ഒരാൾക്ക് ഇത് കാരണം ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ് എന്നൊരു ചിന്ത പിന്നെയും വരുന്നുണ്ട്. അതും തെറ്റാണ്. ഇപ്പോൾ ഈ സെയിം സ്ത്രീക്ക് അല്ലെങ്കിൽ സ്ത്രീയമായിട്ടുള്ള ആൾക്ക് ഒരു 20 വർഷം കഴിഞ്ഞ് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു. അപ്പോൾ അവർ പറയും എനിക്ക് 20 വർഷം മുൻപ് ഇങ്ങനൊരു മുഴ വന്നായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ക്യാൻസർ വന്നത്. അത് തെറ്റാണ്. അന്ന് വന്ന മുഴ നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തതാണ്. ഇത് രണ്ടാമത് വന്നിരിക്കുന്ന മുഴ അത് ക്യാൻസറാണ്. ഇത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പം ഈ രണ്ട് കണ്ടീഷനെ കുറിച്ചിട്ടും നമ്മുടെ ജനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു മിഥ്യാധാരണയുണ്ട്. ഇങ്ങനെ രണ്ട് കണ്ടീഷനുണ്ടെന്നും വളരെ കോമൺ ആയിട്ട് വരുന്ന ഈ രണ്ട് കണ്ടീഷൻസ് ഒരിക്കലും ക്യാൻസറുമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീരിയസ് കണ്ടീഷൻസുമായിട്ടോ നമ്മളൊരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്.